ഹലോ എവരി വൺ. ഇന്ന് നമ്മൾ കുറച്ച് പ്രീവിയസ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് കാണാം. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം മോഡ്യൂൾ 6-ൽ നിന്നുള്ളതാണ്. മോഡ്യൂൾ 6-ലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിനു മുമ്പ് ഒരു സെഷനിൽ കണ്ടിരുന്നു. കോൺഫ്ലിക്റ്റ് സീരിയലൈസബിലിറ്റി ഡിസ്കസ് ചെയ്തപ്പോൾ മോഡ്യൂൾ 6 കോൺഫ്ലിക്റ്റ് സീരിയലൈസബിലിറ്റി ടെസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് പ്രോബ്ലംസും അതിൻ്റെ സൊല്യൂഷൻസ് കണ്ടിരുന്നു. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ റെഫർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് കാണാം. ഇതിൽ പലതും ആൻസറുകൾ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതായത് ആ ടോപ്പിക് ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ അതിൻ്റെ പോയിന്റ്സ് ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെയുള്ളത് ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നുണ്ടാവില്ല, അത് നിങ്ങൾക്ക് റെഫർ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ സെഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഏതാണെന്ന് കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്സ് മറന്നു പോയെന്ന് വെച്ചാൽ ആ വീഡിയോ റെഫർ ചെയ്തിട്ട്, അല്ലെങ്കിൽ വീഡിയോ വേണ്ട, നിങ്ങൾ ഓൾറെഡി നോട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും, ആ നോട്ട് റെഫർ ചെയ്ത് മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മെസ്സേജ് അയയ്ക്കുക. മിക്കവാറും ക്വസ്റ്റ്യൻസ് ഒക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഓക്കെ, സോ വി വിൽ സീ ദ ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്കസ് ഡർട്ടി റീഡ് ആൻഡ് ലോസ്റ്റ് അപ്ഡേറ്റ് പ്രോബ്ലം വിത്ത് ദ ഹെൽപ്പ് ഓഫ് എക്സാമ്പിൾസ്. 6 മാർക്കിന് ഡിസംബർ 2018 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഡർട്ടി റീഡ് പ്രോബ്ലം ആൻഡ് ലോസ്റ്റ് അപ്ഡേറ്റ് പ്രോബ്ലം 6 മാർക്സ് ആകുമ്പോൾ നമുക്കിതിൻ്റെ സ്പ്ലിറ്റപ്പ് 3 മാർക്സ് ആണെന്ന് കരുതാം. അങ്ങനെയാണ് നോർമലി വരിക. ഡർട്ടി റീഡ് പ്രോബ്ലത്തിന് 3 മാർക്സും ലോസ്റ്റ് അപ്ഡേറ്റ് പ്രോബ്ലത്തിനും 3 മാർക്സ്. ഈ രണ്ട് പ്രോബ്ലത്തിൻ്റെയും എക്സാമ്പിൾസ് അടക്കം നമ്മൾ ആദ്യത്തെ സെഷനുകളിൽ ഡിസ്കസ് ചെയ്തതാണ്. ഓർമ്മയുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഡർട്ടി റീഡ് ആൻഡ് ലോസ്റ്റ് അപ്ഡേറ്റ് പ്രോബ്ലം സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്താണ്, ഞാനതിൻ്റെ കറക്റ്റ് ആൻസർ ഫുള്ള് പറയുന്നില്ല, കാരണം എന്താണ് ഡർട്ടി റീഡ്, എന്താണ് ലോസ്റ്റ് അപ്ഡേറ്റ് എന്നും അതിൻ്റെ എക്സാമ്പിളും നമ്മൾ ടോപ്പിക് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ നോട്ട്സ് റെഫർ ചെയ്യുക. നോട്ട്സിന് ക്ലിയർ അല്ലെങ്കിൽ ആ വീഡിയോ ഒന്നും കൂടി റെഫർ ചെയ്യുക. ജസ്റ്റ് എന്താണ് ഐഡിയ എന്ന് മാത്രം പറയാം. ഡർട്ടി റീഡ് എന്ന് പറഞ്ഞാൽ കൺകറന്റ് ആയിട്ടുള്ള എക്സിക്യൂഷനിൽ വരുന്ന ഇഷ്യൂസ് ആണ് ഈ ഡർട്ടി റീഡ് ആൻഡ് ലോസ്റ്റ് അപ്ഡേറ്റ് പ്രോബ്ലം. അപ്പോൾ 2 ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ, T1 T2 എന്ന 2 ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ ഓക്കെ, 2 ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ ഈ T1 T2 ഡർട്ടി റീഡാണ് ചെയ്യുന്നതെന്ന് പറയുമെങ്കിൽ എന്തിനാണ് ഡീറ്റെയിൽ ആയിട്ട് എഴുതുന്നില്ല. ഈ റീഡ് ഡർട്ടി ആവുന്നെങ്കിൽ ഇതിന് മുമ്പ് T1 എന്ന ട്രാൻസാക്ഷൻ റൈറ്റ് ചെയ്തായിരിക്കണം. ഐറ്റം സെയിം ഐറ്റം ആയിരിക്കണം. ഓക്കെ, റൈറ്റ് ചെയ്തായിരിക്കണം. അപ്പോൾ ഇത് റീഡ് ചെയ്യുന്നു. ബട്ട് ആഫ്റ്റർ ഈ റീഡിങ് ഇവിടെ എവിടെയോ വെച്ച് ഈ ട്രാൻസാക്ഷൻ അബോർട്ട് ആകുന്നു. അപ്പോൾ എന്തുണ്ടായി, ഈ റീഡ് ചെയ്ത വാല്യൂ വാലിഡ് അല്ലാണ്ടിരിക്കുന്നു. അതാണ് ഡർട്ടി റീഡ് എന്ന് പറഞ്ഞ പ്രോബ്ലം. അപ്പോൾ ഇതിൻ്റെ പോയിന്റ്സും എക്സാമ്പിളും കറക്റ്റായിട്ടുള്ള എക്സാമ്പിളും നിങ്ങൾ റെഫർ ചെയ്യുക. ഇത് ഐഡിയ മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ഡർട്ടി റീഡ് എഴുതുക, അതിൻ്റെ ഒരു എക്സാമ്പിൾ വേണം. പിന്നെ അതുപോലെ തന്നെ ലോസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞ പ്രോബ്ലം എന്താണ്, ഒരു സ്ഥലത്ത് റീഡ് ചെയ്യുന്നു, പിന്നെ ആണ് അത് യൂസ് ചെയ്യുന്നത്. ഈ സ്ഥലത്താണ് അത് യൂസ് ചെയ്യുക. അതായത് x=x+m അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നത് ഇവിടെയാണ്. ഞാൻ ഐഡിയ മാത്രം. അതേസമയം ഇൻ ബിറ്റ്വീൻ ഇവിടെ വേറൊരു ട്രാൻസാക്ഷൻ റൈറ്റ് ചെയ്തു. അപ്പോൾ ഈ അപ്ഡേറ്റ് അല്ല ഇവിടെ യൂസ് ചെയ്യുക. ഇവിടെ യൂസ് ചെയ്യണത് ഇതിന് മുമ്പുള്ള വാല്യൂ. കാരണം ഇത് റീഡ് ചെയ്തത് ഈ അപ്ഡേറ്റിനേക്കാളും മുമ്പായിരുന്നു. അപ്പോൾ ഈ റീഡ് ചെയ്ത വാല്യൂ ആയിരിക്കും ഇവിടെ യൂസ് ചെയ്യുക. അപ്പോൾ എന്ത്, ഇടയിലുള്ള ഈ അപ്ഡേറ്റ് ലോസ്റ്റ് ആയിപ്പോയി. ഐ തിങ്ക് നമ്മളെ ക്ലാസ്സിൽ പറഞ്ഞ എക്സാമ്പിളിൽ റൈറ്റ് T1 എന്ന് പറഞ്ഞാൽ ഇവിടെയും റീഡ് ഇപ്പുറത്തായിരിക്കും. അത് എങ്ങനെയായാലും കുഴപ്പമില്ല. ഓക്കെ, അങ്ങനെ ആയിരിക്കും. അപ്പോൾ നിങ്ങളൊരു കറക്റ്റ് എക്സാമ്പിൾ കറക്റ്റ് ഫോർമാറ്റിൽ എഴുതുക ഒക്കെ വേണം. ഇത് എക്സാമ്പിളിന് എഴുതേണ്ട രീതിയല്ല ഇപ്പോൾ ഞാൻ എഴുതിയത്. ഞാൻ ഐഡിയ നിങ്ങൾക്ക് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ എന്താണ് ഡർട്ടി റീഡ് പ്രോബ്ലം, എന്താണ് ലോസ്റ്റ് അപ്ഡേറ്റ് പ്രോബ്ലം എന്ന് എഴുതണം. പിന്നെ എക്സാമ്പിളും എഴുതണം. പ്രോപ്പർ എക്സാമ്പിൾ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഓക്കെ, 6 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ഈസ് സ്ട്രിക്റ്റ് 2-phase ലോക്കിംഗ് ഡിഫറൻറ്റ് ഫ്രം സ്റ്റാൻഡേർഡ് 2-phase ലോക്കിംഗ്? എങ്ങനെയാണ് സ്ട്രിക്റ്റ് 2-phase ലോക്കിംഗ് സ്റ്റാൻഡേർഡ് 2-phase ലോക്കിംഗ് ഡിഫറൻ്റ് ആയി? അത് നമ്മൾ 2-phase ലോക്കിംഗ് പ്രോട്ടോക്കോളിൻ്റെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ടൈപ്സ് ഓഫ് 2-phase ലോക്കിംഗ്. സ്റ്റാൻഡേർഡ് 2-phase, നമ്മളവിടെ സ്റ്റാൻഡേർഡ് എന്നല്ല ബേസിക് 2-phase എന്നാണ് സാധാരണ 2-phase ലോക്കിങ്ങിന് പേര് പറഞ്ഞത്. അപ്പോൾ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ അതാണ് ഉദ്ദേശിച്ചത്, ബേസിക് 2-phase. നമ്മളവിടെ 4 ടൈപ്സ് വന്നു: ബേസിക്, കൺസർവേറ്റീവ്, സ്ട്രിക്റ്റ് ആൻഡ് റിഗറസ്.
അപ്പോൾ 4 എണ്ണം പറഞ്ഞു. ഇവിടെ ചോദിച്ചിരുന്നത് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ആകെ ചോദിച്ചിരുന്നത് ഡിസ്ട്രിക്റ്റും ബേസിക്കും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. സ്ട്രിക്റ്റും ബേസിക് ടു ഫേസ് ലോക്കിംഗ് എന്താണ്? ബേസിക് ടു ഫേസ് ലോക്കിംഗ് ഓൾ ലോക്സ് ആർ ഡൺ ബിഫോർ ദ ഫസ്റ്റ് അൺലോക്ക് ഓപ്പറേഷൻ ഇൻ എ ട്രാൻസാക്ഷൻ, അല്ലെങ്കിൽ ഓൾ ലോക്സ് ആർ ഡൺ ബിഫോർ ദ ഫസ്റ്റ് അൺലോക്ക് ഓപ്പറേഷൻ ഇൻ ദ ട്രാൻസാക്ഷൻ. ഒരു ട്രാൻസാക്ഷനുള്ളിൽ ഒരു അൺലോക്കിന് മുമ്പ് എല്ലാ ലോക്കുകളും ചെയ്തിട്ടുണ്ടെങ്കിലാണ് അതിന് ടു ഫേസ് ലോക്കിംഗ്. ഈ സ്ട്രിക്റ്റ് ടു ഫേസ് അതാണ് ബേസിക് ടു ഫേസ്. സ്ട്രിക്റ്റ് ടു ഫേസ് എന്തിനാണ്? സ്ട്രിക്റ്റ് ഷെഡ്യൂളിന് വേണ്ടിയിട്ടാണ് സ്ട്രിക്റ്റ് ടു ഫേസ്. സ്ട്രിക്റ്റ് ഷെഡ്യൂളിന് വേണ്ടിയിട്ടാണ് സ്ട്രിക്റ്റ് ടു ഫേസ്. അപ്പോൾ സ്ട്രിക്റ്റ് ഷെഡ്യൂൾ എന്താണ്? ഓക്കെ, ഞാൻ എഴുതുന്നില്ല. ഓക്കെ, സ്ട്രിക്റ്റ് ഷെഡ്യൂൾ എന്താണ്? സ്ട്രിക്റ്റ് ഷെഡ്യൂളിൽ സ്ട്രിക്റ്റ് ഷെഡ്യൂൾ ആക്കാൻ വേണ്ടി റൈറ്റ് ലോക്ക് എപ്പോഴാണ് റിലീസ് ചെയ്യുക? കമ്മിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ റൈറ്റ് ലോക്കുകൾ റിലീസ് ചെയ്യുള്ളൂ. അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് ആണ് റൈറ്റ് ലോക്ക് കമ്മിറ്റ് ചെയ്തതിന് ശേഷം മാത്രം റിലീസ് ചെയ്തതുകൊണ്ട് കമ്മിറ്റ് ചെയ്ത വാല്യൂസ് മാത്രമേ മറ്റുള്ളവർക്ക് റീഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഷെഡ്യൂൾ എൻഷുർ ചെയ്യാം. ഓക്കെ, അതാണ് സ്ട്രിക്റ്റ് ഷെഡ്യൂൾ എൻഷുർ ചെയ്യാനുള്ള സ്ട്രിക്റ്റ് ടു ഫേസ് ലോക്കിംഗ്. ഓക്കെ, അടുത്തത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്യൂട്ടബിൾ ലോക്സ് ഷോ ഹൗ റിക്കവറി ഈസ് ഡൺ ഇൻ ഡെഫേർഡ് ഡാറ്റാബേസ് മോഡിഫിക്കേഷൻ. ഇത് നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് ആയിരുന്നു. ഡെഫേർഡ് ഡാറ്റാബേസ് മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ ഡെഫേർഡ് അപ്ഡേറ്റ് പ്രോബ്ലം. ഓക്കെ, with the help of suitable logs show how recovery is done in deferred database modification. ഇത് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതണം. ഇതിൽ തന്നെ ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഹെൽപ്പ് ഓഫ് സ്യൂട്ടബിൾ ലോഗ്സ് കാണിക്കണം. എന്നിട്ട് എങ്ങനെയാണ് ഡെഫേർഡ് ഡാറ്റാബേസ് മോഡിഫിക്കേഷൻ ചെയ്യുന്നത്. ജസ്റ്റ് ആ സ്ലൈഡിലേക്ക് ഒന്ന് പോകാം. ഓക്കെ, ഇതാണ് ഡെഫേർഡ് ഡാറ്റാബേസ് മോഡിഫിക്കേഷൻ. records all modification to the log but defers all rights to after partial commit. ലോഗ്സിൽ നമ്മൾ അപ്പോൾ എന്തൊക്കെയാണ് ചെയ്തതെന്ന് എഴുതി വയ്ക്കും. ബട്ട് ആക്ച്വൽ സ്റ്റേബിൾ സ്റ്റോറേജിലേക്ക് ഡാറ്റ റൈറ്റ് ചെയ്യുന്നത് ട്രാൻസാക്ഷൻ്റെ എല്ലാ ഓപ്പറേഷൻസ് കഴിഞ്ഞ് പാർഷ്യലി കമ്മിറ്റഡ് സ്റ്റേറ്റിലോ അല്ലെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞിട്ട് അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യില്ല. അതാണ് ഡെഫേർഡ് ഡാറ്റാബേസ് മോഡിഫിക്കേഷൻ. അതിനൊരു എക്സാമ്പിൾ ആയിട്ട് T0 T1 2 ട്രാൻസാക്ഷൻ വെച്ച് പറഞ്ഞിരുന്നു. ഇതാണ് നമ്മൾ അവിടെ എഴുതേണ്ടത്. ഇതാണ് പ്രോപ്പർ ലോഗ്സ്. അപ്പോൾ നമ്മൾ ഇതിലെ എല്ലാ എക്സാമ്പിളും എഴുതുന്നില്ല, 1-2 എക്സാമ്പിൾ എഴുതിയാൽ നന്നായിരിക്കും. കാരണം വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾ. ഇപ്പോൾ ABC എന്ന് പറയുന്ന ഇതിൽ 3 കേസുകളാണ്. 3 ഇതിലും ഡെഫേർഡ് ഡാറ്റാബേസ് ഇതാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, ഏതൊക്കെയാണ് റീഡു ചെയ്യേണ്ടത്, ഏതൊക്കെയാണ് അൺഡു ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഏത് എക്സാമ്പിളാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ ആ എക്സാമ്പിളിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റ് എഴുതണം. ഇതല്ലാണ്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള എക്സാമ്പിൾ എഴുതാം. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എന്താണ് അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യില്ല. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ആ പ്രീവിയസ് സെഷൻ്റെ വീഡിയോ കാണുക. അപ്പോൾ ക്ലിയർ ആയിരിക്കും. ഓൾറെഡി നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതുകൊണ്ട് നമ്മൾ വീണ്ടും പറയുന്നില്ല. ഓക്കെ, with the help of suitable logs show how recovery is done deferred database modification. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് ഡെഫേർഡ് ഡാറ്റാബേസ് മോഡിഫിക്കേഷൻ 1-2 സെന്റൻസിൽ എഴുതണം. പിന്നെ ഈ എക്സാമ്പിൾ ട്രാൻസാക്ഷൻസ് ഏതാണ് T0 T1 എഴുതണം. അത് കഴിഞ്ഞ് എക്സാമ്പിൾ ആയിട്ടുള്ള ഷെഡ്യൂള് എഴുതണം, അതിൻ്റെ ലോഗ്സ് എഴുതണം. എന്നിട്ട് ഇതനുസരിച്ച് ഏതൊക്കെയാണ് റീഡു ചെയ്യേണ്ടത് അങ്ങനെ ക്ലിയർ ആയിട്ട് എഴുതണം. ഓക്കെ, അപ്പോഴാണ് നമുക്ക് 5 മാർക്ക് കിട്ടുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ചെക്ക് പോയിന്റിങ്? ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്. സിഗ്നിഫിക്കൻസ് ഓഫ് ചെക്ക് പോയിന്റിങ് എന്താണ്? ചെക്ക് പോയിന്റിങ് നമ്മളൊരു പോയിന്റ് ചിലപ്പോൾ നമ്മൾ ഡെഫേർഡ് ഡാറ്റാബേസ് അപ്ഡേഷൻ ആകുമ്പോൾ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ എന്താ പറയുക ഈ ഡാറ്റാബേസിൽ അപ്ഡേഷൻ ചെയ്യുന്നത് കുറേ ടൈം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ കുറേ ട്രാൻസാക്ഷൻസ് ഉണ്ടാകുമ്പോൾ ഇടയ്ക്ക് എന്തെങ്കിലും എറർ വന്നാൽ റീഡു ചെയ്യേണ്ടതും അൺഡു ചെയ്യേണ്ട കാര്യങ്ങൾ കുറേ അധികം ഉണ്ടായിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി അല്ലെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടി ആ ബർഡൻ കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ
ഇടയ്ക്കിടയ്ക്ക് ഒരു ചെക്ക് പോയിന്റ് ചെയ്ത് ആ ചെക്ക് പോയിന്റിൽ അതുവരെ കമ്മിറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് എല്ലാം സ്റ്റേബിൾ സ്റ്റോറേജിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു ഇത്. So during recovery we need to consider only the most recent transaction that started before the checkpoint and transaction that started after checkpoint. അത് നമ്മൾ ആ ചെക്ക് പോയിന്റ് ഉണ്ടാകുമ്പോഴുള്ള അഡ്വാൻറ്റേജ് ആണ് പറഞ്ഞത്. അപ്പോൾ റിക്കവറിയിലുള്ള പ്രോബ്ലം എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ ലോഗ് മുഴുവൻ സെർച്ച് ചെയ്യണം. അപ്പോൾ കുറേ സമയമെടുക്കും, അതിൽ കുറേ റീഡു ചെയ്യേണ്ടി വരും. ഇത് പറഞ്ഞു. അപ്പോൾ ഇതിനൊന്ന് സ്ട്രീം ലൈൻ ചെയ്യാനാണ് ചെക്ക് പോയിന്റിങ്. ചെക്ക് പോയിന്റിൽ എന്ന പോയിന്റിൽ വെച്ച് ഔട്ട്പുട്ട് ഓൾ ലോഗ് റെക്കോർഡ്സ് കറന്റ്ലി റിസൈഡിങ് മെയിൻ മെമ്മറി ടു സ്റ്റേബിൾ സ്റ്റോറേജ്, ഔട്ട്പുട്ട് ഓൾ മോഡിഫൈഡ് ബഫർ ബ്ലോക്സ് ടു ഡിസ്ക്, റൈറ്റ് ലോഗ് റെക്കോർഡ് ചെക്ക് പോയിന്റ്. ഇതാണ് അവിടെ ചെയ്യണത്. അപ്പോൾ ഇവിടെ നമ്മൾ ചോദിച്ചത് അതിൻ്റെ അഡ്വാൻറ്റേജ്. അപ്പോൾ അഡ്വാൻറ്റേജ് ഇതാണ്. ഡ്യൂറിങ് റിക്കവറി വി നീഡ് ടു കൺസിഡർ ഓൺലി ദ മോസ്റ്റ് റീസെന്റ് ട്രാൻസാക്ഷൻ ദാറ്റ് സ്റ്റാർട്ടഡ് ബിഫോർ ദ ചെക്ക് പോയിന്റ് ആൻഡ് ട്രാൻസാക്ഷൻ ദാറ്റ് സ്റ്റാർട്ടഡ്. കാരണം മോസ്റ്റ് റീസെന്റ് ആയിട്ടുള്ള മതി. ഇവിടെ എക്സാമ്പിൾ നമ്മൾ കണ്ടിരുന്നു. ഇവിടെയാണെങ്കിൽ T2 ആണ് ഇതിന് മുമ്പായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. T1 കമ്മിറ്റഡ് ആയതുകൊണ്ട് അത് കംപ്ലീറ്റ്ലി സ്റ്റേബിൾ സ്റ്റോറേജിലുണ്ട്. അപ്പോൾ T2 ആണ് റീസെന്റ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇത് മാത്രം മതി. അല്ല, ഈ ചെക്ക് പോയിന്റിലാണ് ഇതിന് മുമ്പ് റീസെന്റ് സ്റ്റാർട്ട് ചെയ്ത T4. അപ്പോൾ അത് മാത്രമാണ് നമ്മൾ റിക്കവറിക്ക് കൺസിഡർ ചെയ്യേണ്ടത്. കാരണം T2 T3 ഒക്കെ ഓൾറെഡി കമ്മിറ്റഡ് ആയതുകൊണ്ട് അതെല്ലാം ഓൾറെഡി സ്റ്റേബിൾ സ്റ്റോറേജിൽ ഉണ്ടായിരിക്കും. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ കണ്ടതാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കൂടുതൽ പറയേണ്ടതില്ല. അപ്പം നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ എന്താണ് സിഗ്നിഫിക്കൻസ് ഓഫ് ചെക്ക് പോയിന്റ്, മെയിൻ സിഗ്നിഫിക്കൻസ് തന്നെയാണ്. റിക്കവറി പ്രോസസ് കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ അൺനെസറി ആയിട്ടുള്ള ലോഗിലെ സെർച്ചിങ് ഒഴിവാക്കാം. അപ്പോൾ നമുക്ക് ചെക്ക് പോയിന്റിന് തൊട്ട് മുമ്പ് സ്റ്റാർട്ട് ചെയ്ത ട്രാൻസാക്ഷനും ചെക്ക് പോയിന്റിന് ശേഷം സ്റ്റാർട്ട് ചെയ്ത ട്രാൻസാക്ഷൻസും മാത്രമാണ് നമ്മൾ റിക്കവറിക്ക് വേണ്ടി കൺസിഡർ ചെയ്യേണ്ടി വരുള്ളൂ. അതാണ് അതിൻ്റെ മെയിൻ സിഗ്നിഫിക്കൻസ്. കൂടുതൽ സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഫിഗർ വെച്ച് എഴുതിയാൽ കൂടുതൽ നന്നായിരിക്കും. 3 മാർക്ക് ആയതുകൊണ്ട് കുഴപ്പമില്ല. ബട്ട് നിങ്ങളുടെ ടൈമിനും ഇതിനനുസരിച്ച് എഴുതുക. വെറുതെ കുറേ കഥകൾ എഴുതിയതിന് ശേഷം നല്ല ഫിഗർ അല്ലെങ്കിൽ എക്സാമ്പിൾ കൊടുക്കുന്നതാണ് നല്ലത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതേ ക്വസ്റ്റ്യൻ തന്നെ ജൂൺ 2017 ഡിസംബർ 2018 വന്നിട്ടുണ്ട്. ഒരെണ്ണത്തിൽ വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ചെക്ക് പോയിന്റ് ചോദിച്ചു. അടുത്തതിൽ രണ്ടും കൂടിയുള്ള ക്വസ്റ്റ്യൻ ആണ്. ഞാൻ മാർക്ക് എഴുതാൻ വിട്ടുപോയി. രണ്ടും കൂടി 5 മാർക്കിന്. അതായത് വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ചെക്ക് പോയിന്റിങ് ആൻഡ് ഇല്ലുസ്ട്രേറ്റ് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾ. അപ്പോൾ അവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ട് എക്സാമ്പിളും വേണം. അപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ കണ്ടു, കഴിഞ്ഞ വീഡിയോയിലുണ്ട്, നിങ്ങളുടെ നോട്ടിലുണ്ടായിരിക്കും. ആ എക്സാമ്പിളും ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ്. ഏപ്രിൽ 2018 ആർഗ്യൂ ദാറ്റ് 2-phase ലോക്കിംഗ് പ്രോട്ടോകോൾ എൻഷുവേഴ്സ് സീരിയലൈസബിലിറ്റി. 2 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമ്മൾ ഒരു എക്സാമ്പിൾ കണ്ടിരുന്നു ആദ്യം. 2-phase ലോക്കിംഗ് അല്ലാണ്ട് സിംപ്ലി ലോക്കിംഗ് ചെയ്ത് കഴിഞ്ഞാൽ സീരിയലൈസബിലിറ്റി എൻഷുർ ചെയ്യില്ല എന്ന് പറഞ്ഞൊരു എക്സാമ്പിൾ വന്നിരുന്നു. അന്ന് നമ്മൾ പറഞ്ഞു അത് കഴിഞ്ഞ് സിമ്പിളായിട്ട് ലോക്ക് മാത്രം ആയിക്കഴിഞ്ഞാൽ അത് സീരിയലൈസബിലിറ്റി എൻഷുർ ചെയ്യില്ല. അപ്പോൾ നമുക്ക് ലോക്കിങ്ങിൽ കുറച്ചും കൂടി റെസ്ട്രിക്ഷൻസ് വേണം. അങ്ങനെയുള്ള ഒരു റെസ്ട്രിക്റ്റഡ് ടൈപ്പ് ഓഫ് ലോക്കിംഗ് ആണ് 2-phase ലോക്കിംഗ് പ്രോട്ടോകോൾ. 2-phase ലോക്കിംഗ് പ്രോട്ടോകോൾ എന്താണെന്ന് അറിയാം. ഫസ്റ്റ് അൺലോക്കിന് മുമ്പ് എല്ലാ ലോക്കും ചെയ്യണം. അപ്പോൾ അതാണ് നമ്മുടെ ഒരു 2 ട്രാൻസാക്ഷൻ ഉണ്ട് കാര്യം T1 T2. ഇപ്പം ഇതൊരു ലോക്ക് ചെയ്യും. ഞാൻ സിമ്പിൾ കറക്റ്റായിട്ടുള്ള ഫോർമാറ്റിൽ എക്സാമ്പിൾ എഴുതുന്നില്ല. ഒരു ലോക്ക് എക്സ്, അടുത്ത ലോക്ക് വൈ, സോറി, അത് കഴിഞ്ഞാൽ അൺലോക്ക് എക്സ് എവിടെയായിരിക്കും? ഈ 2 എണ്ണം മാത്രമേ ലോക്ക് ഉള്ളൂവെങ്കിൽ ഈ 2 ലോക്കും കഴിഞ്ഞതിന് ശേഷം മാത്രമേ അൺലോക്ക് എക്സോ അൺലോക്ക് വൈയോ വരുള്ളൂ. ഓക്കെ, മേ ബി ഈ ലോക്ക് ചെയ്യുന്നത് ഇവിടെ റൈറ്റ് ചെയ്യാനൊക്കെ ആയിരിക്കും. ആ പാർട്ടൊന്നും ഞാൻ എഴുതുന്നില്ല. എന്തായാലും റൈറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ റീഡ് ചെയ്യാനോ ഏതായാലും റൈറ്റ് ചെയ്യാണെന്ന് വിചാരിക്കുക. അപ്പോൾ റൈറ്റ് ചെയ്യാൻ അതായിരിക്കും ഇവിടെ വരിക. അപ്പം ഇതിൽ ഈ ഒരു പോയിന്റ്, ഈ ഒരു ഏരിയയാണ് നമ്മൾ ലോക്ക് പോയിന്റ് എന്ന് പറയാം. കാരണം എല്ലാ ഐറ്റംസ്, ആവശ്യമുള്ള എല്ലാ ഐറ്റത്തിനെയും ലോക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുന്ന ഒരു പോയിന്റ് ആണ് ലോക്ക് പോയിന്റ്. നമ്മൾ ഒരു ഇങ്ങനൊരു ഫിഗർ വരച്ചായിരുന്നു. അപ്പോൾ ആദ്യത്തെ ഫേസ് 2-phase ആദ്യത്തെ ഫേസ് ഗ്രോയിങ് അല്ലെങ്കിൽ എക്സ്പാൻഡിങ് ഫേസും അടുത്ത ഫേസ് ഷ്രിങ്കിങ് അല്ലെങ്കിൽ
ഷ്രിങ്കിങ് ഫേസ്. ഓക്കെ, ഷ്രിങ്കിങ് ഫേസും ഗ്രോയിങ് അല്ലെങ്കിൽ എക്സ്പാൻഡിങ് ഫേസ് അല്ലെങ്കിൽ സെക്കൻഡ് ഫേസ് അല്ലെങ്കിൽ ഷ്രിങ്കിങ് ഫേസ്, അതിൽ എല്ലാ ലോക്കുകളും അക്വയർ ചെയ്ത ഇതാണ് ലോക്ക് പോയിന്റ്. ആണ് ലോക്ക് പോയിന്റ്. അതിനുശേഷം എല്ലാം അൺലോക്കും. അപ്പോൾ നമ്മൾ വേറൊരു ട്രാൻസാക്ഷൻ ഉണ്ട്. ഈ ട്രാൻസാക്ഷന് ഇപ്പോൾ ഐറ്റം ഡബ്ല്യു റൈറ്റ് ചെയ്യണം, ഡബ്ല്യു റൈറ്റ് എക്സ് റൈറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഇതിന് ലോക്ക് വേണം. ഓക്കെ, ഇത് ഡബ്ല്യു എക്സിൻ്റെ ലോക്ക് വേണം. പക്ഷെ എക്സിൻ്റെ ലോക്ക് ഇതിനിപ്പോൾ കിട്ടാൻ പറ്റില്ല, കാരണം എക്സിന് ഓൾറെഡി T1 ലോക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ T2ന് ഇവിടെ പറ്റില്ല. അപ്പോൾ ഈ ഓപ്പറേഷൻ നടക്കണമെങ്കിൽ എക്സ് അൺലോക്ക് T1 അൺലോക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഈ റൈറ്റ് നടക്കുള്ളൂ. അപ്പോഴതിൻ്റെ ലോക്ക് പറ്റുള്ളൂ, എക്സിൻ്റെ ലോക്ക് T2ന് കിട്ടാൻ. അപ്പോൾ ആക്ച്വലി അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇങ്ങനെയുള്ളൊരു റെസ്ട്രിക്ഷൻ കാരണം ഫസ്റ്റ് അൺലോക്ക്, അപ്പോൾ എല്ലാ ലോക്കുകളും ആവശ്യമുള്ള ലോക്കുകളെല്ലാം ഈ T1 ട്രാൻസാക്ഷൻ അക്വയർ ചെയ്തതിന് ശേഷം മാത്രമേ അക്വയർ ചെയ്തതിന് ശേഷം മാത്രമേ ഓരോന്നായിട്ട് അൺലോക്ക് ചെയ്യൂ. അപ്പോൾ ഇവിടെ ഈ പ്രോസസ്സിങ് നടക്കുന്നതിൻ്റെ ഇടയിൽ അടുത്ത ട്രാൻസാക്ഷന് ഈ ലോക്ക് അക്വയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് റീഡ് ഏതാ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് പറ്റുള്ളൂ. അപ്പോൾ T1 കഴിഞ്ഞിട്ട് T2 വരുന്ന ആ ഒരു ഐഡിയ ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ അതൊരു സീരിയൽ ഇതിന് ഏകദേശം ഈക്വൽ ആവും, ഏകദേശം എന്നല്ല, സീരിയൽ ഷെഡ്യൂളിന് ഈക്വൽ ആവും, ഈക്വലൻ്റ് ആവും, ഈക്വൽ എന്നുള്ളതിനേക്കാൾ ഈക്വലൻ്റ്. അപ്പോൾ കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻസിൻ്റെ ഓർഡർ ഏതെങ്കിലും ഒരു സീരിയൽ ഷെഡ്യൂളിന് ഈക്വലൻ്റ് ആക്കാൻ പറ്റും ഈ ലോക്ക് പോയിന്റ് കാരണം. ലോക്ക് പോയിന്റിന് മുമ്പ് അക്വയർ ചെയ്തതുകൊണ്ട് ആ സമയത്ത് മറ്റൊരു ട്രാൻസാക്ഷൻ അതേ ലോക്കുകൾ അക്വയർ ചെയ്യാൻ പറ്റില്ല. അതാണ് സീരിയലൈസിബിലിറ്റി എൻഷുർ ചെയ്യാനുള്ള ഒരു ഐഡിയ. ഇനി നിങ്ങൾക്ക് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പോലെ വേണമെങ്കിൽ പറയാം, വെറുതെ ലോക്ക് വെച്ച് ആ എക്സാമ്പിൾ ഇപ്പോൾ സ്ലൈഡ് എൻ്റെ കയ്യിലില്ല. ഓക്കെ, ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. വെറുതെ ലോക്കുകൾ മാത്രമുള്ള ഒരു ഇത്, അവിടെ 2 ഫേസ് ലോക്കിംഗ് ഇല്ല. അവിടെ നമ്മൾ അൺലോക്ക് ആദ്യമേ ചെയ്ത കാരണം അടുത്ത ട്രാൻസാക്ഷനും ഈ ഐറ്റത്തിന് ആക്സസ് കിട്ടി. അത് കാരണം സീരിയലൈസിബിലിറ്റി എൻഷുർ ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ എക്സാമ്പിൾ വെച്ച് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം. ഇത് കാരണമാണ് സീരിയലൈസിബിലിറ്റി എൻഷുർ ചെയ്യാൻ പറ്റാതിരുന്നത്. അവിടെ ഞാൻ പറഞ്ഞു 2 ഫേസ് ലോക്കിംഗ് ആണെങ്കിൽ ഈ അൺലോക്ക് ഇതിന് ശേഷം വരികയാണെങ്കിൽ നമുക്ക് അവിടെ സീരിയലൈസിബിലിറ്റി എൻഷുർ ചെയ്യാൻ പറ്റുമായിരുന്നു. അങ്ങനെയുള്ള ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് പറയാം. എന്തായാലും ഒരു ചെറിയൊരു എക്സാമ്പിൾ കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഐഡിയ ഇതാണ്, എക്സ്പാൻഡിങ് ഫേസിൽ അപ്പം ഒരു ലോക്ക് കിട്ടിക്കഴിഞ്ഞാൽ എക്സ്പാൻഡിങ് ഫേസ് കംപ്ലീറ്റ്ലി കഴിഞ്ഞാലേ അത് അൺലോക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ആ സമയത്ത് മറ്റേ ട്രാൻസാക്ഷൻ ഇതുമ്പോൾ ലോക്ക് കിട്ടില്ല. അപ്പോൾ നമുക്ക് ഒരു സീരിയൽ ആയിട്ടുള്ള ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു സീരിയൽ ഇത് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇത് കഴിഞ്ഞെങ്കിൽ മാത്രമേ അടുത്ത ട്രാൻസാക്ഷന് കിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു സീരിയൽ ഓർഡറിന് ഈക്വലൻ്റ് ആയിട്ട് ഇവിടെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതാണ് സീരിയലൈസിബിലിറ്റി എൻഷുർ ചെയ്യുമെന്ന് പറയുന്നത്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ റെഫർ ചെയ്താൽ പ്രൂഫായിട്ട് എഴുതിയിട്ടുണ്ടാവും, ഓൺലൈനിൽ റെഫർ ചെയ്താലും കാണാം. അങ്ങനെ ഒരു പ്രൂഫ് രീതിയിൽ എഴുതണമെന്നില്ല, ഒരു ജസ്റ്റിഫിക്കേഷനായിട്ട് നിങ്ങളുടെ നോർമൽ സെൻറ്റൻസിൽ എഴുതിയാലും മതി. ഓക്കെ, ഇത് 2 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്, കൂടുതൽ പോയിന്റ്സ് എക്സ്പെക്ട് ചെയ്യണില്ല. ഞാൻ ഈ പ്രീവിയസ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസിൻ്റെ ഐഡിയ മാത്രമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്, എക്സാക്റ്റ് പോയിന്റ്സ് അല്ല. നമ്മൾ ക്ലാസ് ഒക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നിങ്ങൾ പോയിന്റ്സ് ഒക്കെ നോട്ട്സിൽ എഴുതിയിട്ടുണ്ടാവും, അതിൽ നിന്ന് എഴുതാവുന്നതേ ഉള്ളൂ. ഇതൊന്നും വേറെ ട്വിസ്റ്റഡ് ക്വസ്റ്റ്യൻസ് അല്ല, നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ഐഡിയാസ് തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ മെയ് 2019, ഇത് സെയിം ക്വസ്റ്റ്യൻ ആണ്, വേറൊരു രീതിയിൽ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളൂ. ഇവിടെ എന്താണ് പറയുന്നത്? ഇഫ് എവറി ട്രാൻസാക്ഷൻ ഇൻ എ ഷെഡ്യൂൾ ഫോളോസ് 2 ഫേസ് ലോക്കിംഗ് പ്രോട്ടോകോൾ ദ ഷെഡ്യൂൾ ഈസ് ഗ്യാരണ്ടീഡ് ടു ബി സീരിയലൈസബിൾ. ഇത് തന്നെയാണ് കഴിഞ്ഞ ക്വസ്റ്റ്യനും. കഴിഞ്ഞ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? കഴിഞ്ഞ ക്വസ്റ്റ്യൻ ആർഗ്യൂ ദാറ്റ് 2 ഫേസ് ലോക്കിംഗ് പ്രോട്ടോകോൾ എൻഷുവേഴ്സ് സീരിയലൈസബിലിറ്റി. ആ 2 ഫേസ് ലോക്കിംഗ് പ്രോട്ടോകോൾ അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞെന്നുള്ളൂ. ഇഫ് എവറി ട്രാൻസാക്ഷൻ ഇൻ എ ഷെഡ്യൂൾ ഫോളോസ് 2 ഫേസ് ലോക്കിംഗ് ഷെഡ്യൂൾ ഈസ് ഗ്യാരണ്ടി ടു ബി സീരിയലൈസബിൾ. അപ്പോൾ കഴിഞ്ഞതിന് ഉള്ള രീതിയിൽ തന്നെയാണ് ഇതിനും ആൻസർ ചെയ്യേണ്ടത്. ഇതിന് 3 മാർക്സ് ആണ്, കഴിഞ്ഞ ക്വസ്റ്റ്യൻ 2 മാർക്സ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരു എക്സാമ്പിൾ വെച്ച് തന്നെ പറയുന്നതാണ് കറക്റ്റ്. അപ്പോൾ എക്സാമ്പിൾ നിങ്ങൾ എടുക്കുമ്പോൾ വലിയ എക്സാമ്പിളുകൾ എടുക്കേണ്ട, മിനിമം എക്സാമ്പിൾ മതി. ഒരു X and Y 2 ഐറ്റം
റൈറ്റ് ചെയ്യുക, റീഡ് ചെയ്യുക, അങ്ങനെയുള്ള ചെറിയ ഇത് മതി. കുറേ ഐറ്റംസും കുറേ ഓപ്പറേഷൻസ് ഒന്നും എഴുതേണ്ട കാര്യമില്ല. സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ, ബട്ട് എക്സാമ്പിൾ കറക്റ്റ് ആയിരിക്കണം എന്ന്. നിങ്ങളായിട്ട് എന്തെങ്കിലും എക്സാമ്പിൾ എഴുതി അതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ, കറക്റ്റ് ആണെന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ ഞാൻ നോക്കാം. ഓക്കെ. അടുത്തത് ഇല്ലുസ്ട്രേറ്റ് ഹൗ കോൺഫ്ലിക്റ്റ് സീരിയലൈസിബിലിറ്റി ഈസ് ചെക്ക്ഡ് യൂസിങ് പ്രസിഡൻസ് ഗ്രാഫ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൻ എക്സാമ്പിൾ. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം എക്സാമ്പിൾ കണ്ടിരുന്നു, അല്ലെങ്കിൽ പ്രസിഡൻസ് ഗ്രാഫ് വെച്ച് കോൺഫ്ലിക്റ്റ് സീരിയലൈസിബിലിറ്റി ചെക്ക് ചെയ്യുന്നതിൻ്റെ പ്രോബ്ലംസ് ചെയ്തിരുന്നു. അതാണ് അന്ന് ഈ ക്വസ്റ്റ്യൻ ആയിട്ട് പറഞ്ഞില്ല. ഇപ്പൊ ഇവിടെ എന്താ വെച്ചാൽ ഈ ക്വസ്റ്റ്യനിൽ പർട്ടിക്കുലർ എക്സാമ്പിളൊന്നും തന്നിട്ടില്ല, നമുക്ക് ഇഷ്ടമുള്ള എക്സാമ്പിൾ എടുക്കാം. അപ്പോൾ അവിടെ നമ്മൾ കുറേ എക്സാമ്പിൾസ് ചെയ്തു. എങ്ങനെയാണിത് ചെക്ക് ചെയ്യുന്നത് എന്ന് നിങ്ങൾ ഓർമ്മയുണ്ടാവും. കോൺഫ്ലിക്റ്റ് സീരിയലൈസിബിലിറ്റി പ്രസിഡൻസ് ഗ്രാഫിൽ നോഡ്സ് അല്ലെങ്കിൽ വെർട്ടിസസ് എന്ന് പറയുന്നത് ഓരോ ട്രാൻസാക്ഷൻ, ഗ്രാഫിലെ എഡ്ജസ് എന്ന് പറയുന്നത് കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻസിന് അനുസരിച്ചാണ്. ഡീറ്റെയിൽസ് പറയുന്നില്ല. ക്ലിയർ അല്ലെങ്കിൽ ആ വീഡിയോ വീണ്ടും എടുത്ത് കാണുക, അതല്ലെങ്കിൽ നോട്ട്സിലുണ്ടായിരിക്കും ഏതെങ്കിലും ഒരു എക്സാമ്പിൾ, സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിളുകൾ എടുത്താൽ മതി, എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് റോങ് വിത്ത് ദ ഫോളോയിങ് കൺകറന്റ് ഷെഡ്യൂൾ, വാട്ട് ഈസ് ദ സൊല്യൂഷൻ? ഇതിൽ T1 ഇഷ്യൂസ് റീഡ് ലോക്ക് ഓൺ Y and reads Y, T2 issues read lock X and reads X, T1 issues write lock on X, T2 issues write lock on Y. ഇതിങ്ങനെ എഴുതി കാണുമ്പോൾ നമുക്കൊരു ക്ലിയർ ആയിട്ടൊരു ബുദ്ധിമുട്ട്. അപ്പോൾ നമുക്ക് ഒരു കറക്റ്റ് ഫോർമാറ്റിൽ എഴുതി നോക്കാം. അപ്പോൾ T1 T2 T1 issues read lock on Y, അപ്പോൾ read lock ഓൺ Y. നിങ്ങൾ എഴുതുമ്പോൾ റീഡ് ലോക്ക് Y എന്ന് തന്നെ എഴുതുക. ഞാൻ പെട്ടെന്ന് എഴുതാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അത് കഴിഞ്ഞപ്പോൾ എന്താ T2 ഇഷ്യൂസ് റീഡ് ലോക്ക് T1 ഇഷ്യൂസ് റീഡ് ലോക്ക് Y ആൻഡ് റീഡ്സ് Y. അപ്പോൾ റീഡ് ലോക്ക് Y കഴിഞ്ഞാൽ റീഡ്സ് Y. ദെൻ T2 ഇഷ്യൂസ് റീഡ് ലോക്ക് X, T2 ഇഷ്യൂസ് ഇത് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ T2 ഇഷ്യൂസ് റീഡ് ലോക്ക് X and reads X. T2 issues read lock X and reads X. Now T1 issues write lock X. അപ്പോൾ എന്ത് സംഭവിക്കും? റൈറ്റ് ലോക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഐറ്റത്തിന് വേറൊറ്റ ട്രാൻസാക്ഷനും റൈറ്റോ റീഡ് ലോക്കൊന്നും പാടില്ല. പക്ഷേ ഇവിടെ T2 ഓൾറെഡി എക്സിമൊരു റീഡ് ലോക്ക് ഉണ്ട്. അത് കാരണം ഈ റൈറ്റ് ലോക്ക് ഗ്രാൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് എക്സിന് റൈറ്റ് ലോക്ക് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. എപ്പോഴാണ് റൈറ്റ് ലോക്ക് കിട്ടുക? ഈ റീഡ് ലോക്ക് അൺലോക്ക് ചെയ്യണം. ബട്ട് നമുക്ക് ഇത് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റിൽ അൺലോക്ക് ചെയ്യുന്ന കേസ് ഇതുവരെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ ആക്സസ് കിട്ടില്ല. അപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതേസമയം T2 ഇഷ്യൂസ് റൈറ്റ് ലോക്ക് ഓൺ Y, ഈ റൈറ്റ് ലോക്ക് Y കിട്ടുമോ? അതും കിട്ടില്ല. കാരണം എന്താ? T1 ഓൾറെഡി റീഡ് ലോക്ക് ഓൺ Y ഉണ്ട്. അത് റീഡ് ചെയ്തു, ബട്ട് അൺലോക്ക് ചെയ്തതായിട്ട് പറയുന്നില്ല. അപ്പോൾ ഈ റൈറ്റ് ലോക്ക് ഇപ്പോൾ ഗ്രാൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ T1 വിൽ ബി വെയിറ്റിംഗ് ഫോർ റൈറ്റ് ലോക്ക് ഓൺ X ആൻഡ് T2 വിൽ ബി വെയിറ്റിംഗ് ഫോർ റൈറ്റ് ലോക്ക് ഓൺ Y. രണ്ടാളുടെയും വെയിറ്റിംഗ് ഇൻഫിനിറ്റ് വെയിറ്റിംഗ് ആയിരിക്കും. കാരണം റൈറ്റ് ലോക്ക് ഓൺ X വേണം, ബട്ട് മറ്റോടത്ത് അൺലോക്ക് ചെയ്തിട്ടില്ല. അത് അൺലോക്ക് ചെയ്യണമെങ്കിൽ ഈ റൈറ്റ് ലോക്ക് ഓൺ Y വേണം. അതിന് ശേഷമായിരിക്കും അൺലോക്ക്, അത് എഴുതിയിട്ടില്ല. അപ്പോൾ ഇത് രണ്ട് ഇൻഫിനിറ്റ് ആയിട്ടുള്ള വെയിറ്റിംഗ് ആയിരിക്കും. സിമിലർ എക്സാമ്പിൾ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. അപ്പോൾ ഈ ഇഷ്യൂ ആണ് നമ്മളെന്ന് പറഞ്ഞു ഡെഡ് ലോക്ക്. അപ്പോൾ ഇവിടുത്തെ പ്രോബ്ലം ഡെഡ് ലോക്ക് ആണ്. അപ്പോൾ ഈ ഡെഡ് ലോക്കിനുള്ള സൊല്യൂഷൻ നമ്മളന്ന് പറഞ്ഞു ടു ഫേസ് ലോക്കിംഗ് ആയാലും സിമ്പിൾ ടു ഫേസ് ലോക്കിംഗ് ആയാൽ പോലും ഡെഡ് ലോക്ക് ഇല്ലാതിരിക്കില്ല. അതിന് വേണമെങ്കിൽ കൺസർവേറ്റീവ് ടു ഫേസ് ലോക്കിംഗ്. കൺസർവേറ്റീവ് ടു ഫേസ് ലോക്കിംഗ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ഐറ്റം ആവശ്യമുണ്ടോ അതിനെല്ലാം ലോക്ക് ട്രാൻസാക്ഷൻ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ കിട്ടിയിരിക്കണം. അപ്പോൾ ട്രാൻസാക്ഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഷ്രിങ്കിങ് ഫേസ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ എന്തുണ്ടാവും? എക്സിനും വൈക്കും ലോക്ക് കിട്ടിയെങ്കിൽ മാത്രമേ T1 സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും T1 പ്രൊസീഡ് ചെയ്യാൻ പറ്റും. അതല്ല T2ന്റെ കേസായാലും എക്സിനും വൈക്കും ലോക്ക് കിട്ടിയെങ്കിൽ മാത്രമേ T2നും പ്രൊസീഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കൺസർവേറ്റീവ് ടു ഫേസ് ലോക്കിംഗ് ആണ് ഇതിനുള്ള ഒരു സൊല്യൂഷൻ. ഇവിടെയുള്ള ഇഷ്യൂ ഡെഡ് ലോക്ക് ആണ്. അപ്പോൾ നിങ്ങൾ ഈ ഫോർമാറ്റിൽ എഴുതുക, എന്നിട്ട് ഡെഡ് ലോക്കിനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുക, എന്നിട്ട് ഇഷ്യൂ ഇതാണെന്ന് പറയുക. പിന്നെ ഇതിന് സോൾവ് ചെയ്യാൻ കൺസർവേറ്റീവ് ടു ഫേസ് ലോക്കിംഗ് ആണെന്ന് പറയാം. എന്താണ് കൺസർവേറ്റീവ് ടു ഫേസ് ലോക്കിംഗ് എന്നും പറയാം. ഓക്കെ. അടുത്തത്, വാട്ട് ആർ ദ ഡിസൈറബിൾ പ്രോപ്പർട്ടീസ് ഓഫ് ട്രാൻസാക്ഷൻ? എക്സ്പ്ലെയിൻ 4 മാർക്സ്.
ഇതെന്തായാലും എല്ലാവർക്കും ക്ലിയർ ആയിരിക്കും. നമ്മൾ എല്ലാ ക്ലാസ്സിലും പറയാറുള്ളതാണ്. പ്രോപ്പർട്ടീസ് ഓഫ് ട്രാൻസാക്ഷൻസ്, ആസിഡ് പ്രോപ്പർട്ടി, അറ്റോമിസിറ്റി, കൺസിസ്റ്റൻസി, ഐസൊലേഷൻ, ഡ്യൂറബിലിറ്റി, എല്ലാത്തിൻ്റെ എക്സ്പ്ലനേഷൻ. അതോടെ നമ്മുടെ ഈ വീഡിയോ സെഷൻസ് തുടങ്ങി തന്നെ നമ്മൾ ട്രാൻസാക്ഷൻ പ്രോപ്പർട്ടീസ് ആണ്. അപ്പോൾ ഫസ്റ്റ് വീഡിയോ കണ്ടാൽ ഇത് ക്ലിയർ ആയിരിക്കും. ഓക്കെ, എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യണം. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 4 പ്രോപ്പർട്ടി ഉണ്ടാവണം, 4 എക്സ്പ്ലനേഷനും വേണം. അടുത്തത്, വൈ കൺകറൻസി കൺട്രോൾ ഈസ് നീഡഡ്, വാട്ട് ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോബ്ലംസ് വി മേ എൻകൗണ്ടർ വെൻ 2 ട്രാൻസാക്ഷൻസ് റൺ കൺകറന്റ്ലി, ഇല്ലുസ്ട്രേറ്റ് ഈച്ച് പ്രോബ്ലം വിത്ത് എക്സാമ്പിൾ, 10 മാർക്സ്. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുള്ള കൺകറൻസി കൺട്രോളിന്റെ നീഡ്, 2ാമത്തെ വീഡിയോ എന്ന് തോന്നുന്നു, അത് കണ്ടാൽ മതി. അപ്പോൾ എന്തുകൊണ്ടാണ് പ്രോബ്ലംസ് ഉള്ള കാരണമാണ് കൺകറൻസി കൺട്രോൾ ചെയ്യേണ്ടത്. കൺകറന്റ് ആയിട്ടാകുമ്പോൾ പ്രോബ്ലംസ് ഉണ്ടാവും. 5 തരം പ്രോബ്ലംസ് പറഞ്ഞിരുന്നു. ലോസ്റ്റ് അപ്ഡേറ്റ് പ്രോബ്ലം, ഡർട്ടി റീഡ് പ്രോബ്ലം, unrepeatable read problem, then incorrect summary problem, phantom records problem. ഈ ഓരോ പ്രോബ്ലം എഴുതുക, അതിൻ്റെ എക്സാമ്പിൾ വേണം. ഇത് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, എസ്സേ ടൈപ്പ് ആണ്. എല്ലാത്തിനും ഇല്ലുസ്ട്രേറ്റ് വിത്ത് എക്സാമ്പിൾ എന്ന് തന്നെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്യുക. ഇതെല്ലാം നമ്മളൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ നോട്ടിൽ അതുണ്ടായിരിക്കും. എല്ലാം എഴുതുക. ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കും. ഓക്കെ, അടുത്തത്, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലോക്സ്. ടൈപ്സ് ഓഫ് ആണ് ഇവിടെ, ഓസ് എന്നല്ല, ഓഫ്. ടൈപ്സ് ഓഫ് ലോക്സ് ദാറ്റ് ആർ കോമൺലി യൂസ്ഡ് ഇൻ കൺകറൻസി കൺട്രോൾ. ഇതാണ് 2 ടൈപ്സ് ഓഫ് ലോക്കാണ്. ബൈനറി ലോക്സും, ഒന്നാമത്തെ ടൈപ്പ് ബൈനറി ലോക്ക്. ബൈനറി ലോക്ക് ആകുമ്പോൾ എക്സ് ഈക്വൽ ടു 1 എന്ന് ലോക്ക്ഡ്, ലോക്ക് ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ അൺലോക്ക്ഡ്. അടുത്ത ടൈപ്പ് മൾട്ടി മോഡ് ലോക്സ്, അതാണ് റീഡ് ലോക്ക് ആൻഡ് റൈറ്റ് ലോക്ക്. അപ്പോൾ 3 ലോക്കുകളാണ് നമ്മൾ മെയിനായിട്ട് ഇവിടെ എംഫസൈസ് ചെയ്യേണ്ടത്. ബൈനറി ലോക്ക്, റീഡ് ലോക്ക്, റൈറ്റ് ലോക്ക്. അപ്പം 3 മാർക്ക്, 3 തരം ലോക്സിനെ പറ്റിയാണ് പറയുന്നത്. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ലോക്ക് അപ്ഗ്രേഡിങ്, ലോക്ക് ഡൗൺ ഗ്രേഡിങ്ങിനെ പറ്റി പറയാം. അതായത് റീഡ് ലോക്ക് ഓൾറെഡി ഉണ്ടെങ്കിൽ അതിനെ റൈറ്റ് ലോക്ക് ആക്കി ഒരു ട്രാൻസാക്ഷൻ മാറ്റുന്നതിന് ലോക്ക് അപ്ഗ്രേഡിങ് എന്ന് പറയും. ഓൾറെഡി റൈറ്റ് ലോക്ക് ഉണ്ടെങ്കിൽ അതിനെ അതേ ട്രാൻസാക്ഷൻ റീഡ് ലോക്ക് ആക്കി മാറ്റുന്നതിന് ലോക്ക് ഡൗൺ ഗ്രേഡിങ് എന്ന് പറയും. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇതുവരെ നമ്മൾ വീഡിയോസിലൂടെ ഡിസ്കസ് ചെയ്ത സെഷനിൽ നിന്ന് ചോദിച്ചിട്ടുള്ള യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയുക, മെസ്സേജ് അയയ്ക്കുക അല്ലെങ്കിൽ ഇമെയിൽ അയയ്ക്കുക. നമുക്ക് അടുത്ത സെഷനുകളിൽ ഡിസ്കസ് ചെയ്യാം. ഇതുകൂടാതെ നിങ്ങളുടെ അസൈൻമെന്റ് എഴുതിയ മോഡ്യൂൾ 6 പാർട്ട് ബിഗ് ഡാറ്റ, GIS മുതലായ അതിൽ നിന്നും കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. പ്രീവിയസ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഓൾറെഡി ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നോക്കി ആ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ കണ്ടെത്താൻ നോക്കുക. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക. ഓക്കെ, സോ വി വിൽ സ്റ്റോപ്പ് ടുഡേയ്സ് സെഷൻ ഹിയർ. താങ്ക് യു.